സമയം 9:07 ചൊവ്വാഴ്ചയാണ്. അപ്പം നമ്മളെ വണ്ടിയിൽ CNG കഴിഞ്ഞാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അരൂര് എടക്കൊച്ചി റോട്ടിലെ ഭാരത് പെട്രോളിയത്തിലാട്ടോ. അപ്പോൾ ഇവിടെ CNG ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് CNG ഫുള്ളാക്കണം. അപ്പോൾ ഇപ്പോൾ 633. അപ്പോൾ കറക്റ്റ് ഇന്ന് നമുക്ക് കറക്റ്റ് CNG മൈലേജ് എത്രയെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 633 കിലോമീറ്റർ. അപ്പോൾ ഇനി എത്ര മൈലേജ് കിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ CNG ഫുള്ളാക്കാൻ ഏകദേശം 716 രൂപ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. 723 വരും, 740 വരും. ഇതിപ്പോൾ നിലവിൽ ഞാൻ ഫുള്ളാക്കിയതിൽ കുറവാണ്. അപ്പോൾ പ്രഷർ കുറവാകും എന്നാണ് തോന്നുന്നത്, എങ്ങനെ അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ CNG ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര മൈലേജ് കിട്ടും നമുക്ക് നോക്കാം. എന്തായാലും മൈലേജ് കുറവാണ്, നിലവിൽ മൈലേജ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ടാങ്ക് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും എത്ര മൈലേജ് കിട്ടേണ്ടത്. അപ്പോൾ 633 കിലോമീറ്ററാണ്. എന്തായാലും നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ, ഇടിമിന്നൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എടക്കൊച്ചി റൂട്ടിലാട്ടോ, നമ്മളെ അലൻ ജോസ് പെരേരയുടെ നാട്ടിലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആപ്പ് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഊബർ ഡ്രൈവർ ആപ്പ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുവരെ കണക്കിൽ നമുക്ക് ഈ വീക്കിൽ നമ്മളിതാ 2337 രൂപയാണ് ഓടിയിട്ടുള്ളത് കേട്ടോ. 11 ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 4 മണിക്ക് ശേഷമുള്ള കണക്കാണ് കേട്ടത്. നമ്മുടെ മൺഡേ, ട്യൂസ്ഡേ രാവിലെ ഓടിയ അതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2337 ഓടിയിട്ടുണ്ട് ഈ ആഴ്ചയിൽ. കറണ്ട് പോയിട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് ഒരു ചാർജിങ് അഡാപ്റ്റർ മേടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അരൂർ മുക്കത്തുള്ള പിക്സൽ മൊബൈൽസ് ആണ് കേട്ടോ. 9:30 ആവുന്നുള്ളൂ, അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വൈറ്റില ജംഗ്ഷനിൽ നോക്കേണ്ടി വരും ചാർജിങ് അഡാപ്റ്ററെ. അതെന്തായാലും മസ്റ്റാണ്. മറ്റേത് നമ്മൾ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ റിട്ടേൺ വരുന്നത്. അപ്പോൾ ചാർജ് എന്തായാലും ചെയ്യണമെങ്കിൽ വണ്ടിയിൽ എന്തായാലും ചാർജർ അഡാപ്റ്റർ വേണം. എന്തായാലും വൈറ്റില നോക്കണം. വൈറ്റില പോയിട്ട് ചാർജർ അഡാപ്റ്റർ എന്തായാലും മേടിക്കണം. മഴ ഉണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. എന്തായാലും വൈറ്റില അങ്ങനെ ഹൈവേ വഴി തന്നെ പോകാൻ നോക്കട്ടെ. പക്ഷെ വരെ നല്ല മഴ കേട്ടോ, സൂപ്പർ മഴ. പക്ഷെ വരെ നല്ല മഴ കേട്ടോ. നമ്മൾ അരൂരിൽ നിന്ന് വൈറ്റിൽ പോവായിരുന്നു. അപ്പോൾ കുമ്പളെത്തിപ്പോക്കിന് ഒരു ട്രിപ്പ് അടിച്ചു കേട്ടോ. പെട്ടെന്ന് അടിച്ചു, ഇങ്ങോട്ട് എറണാകുളം വെച്ച്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 9:34 കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആ ട്രിപ്പ് എടുക്കാം. നല്ല മഴയാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അടിച്ചു കേട്ടോ. ഏതായാലും ആ ട്രിപ്പ് എടുക്കാൻ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ CNG കണ്ടോ, ഒരു കട്ട കഴിഞ്ഞു കേട്ടോ. CNG ഒരു കട്ട കഴിഞ്ഞു. കുറച്ച് നമ്മളിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ CNG ഒരു കട്ട കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് പ്രഷറിലടിക്കായിട്ടുള്ള പ്രശ്നം കേട്ടോ. ആ പ്രഷറിൻ്റെ വേരിയേഷൻ നല്ല വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് CNGക്ക്. ഏതായാലും നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോകട്ടോ നമ്മ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കലൂരാണ്, കലൂർ. അപ്പോൾ കസ്റ്റമേഴ്സ് മറാത്തിക്കാരായിരുന്നു. മറാത്തിയിൽ അവർ കുറേ സംസാരിച്ചു. വീഡിയോ ഓണാക്കാൻ പറ്റില്ല. അവർ സംസാരിക്കുന്നത് കേൾക്കായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു കേട്ടോ. മറാത്തി തന്നെയാണ് തോന്നുന്നു, ഏതോ ഹിന്ദിക്കാരാണ്.
അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായൊരു ഭാഷയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കിട്ടിയ ക്യാഷ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 273 രൂപ നമുക്ക് കിട്ടി കേട്ടോ. 360 രൂപ ഊബർ കളക്ട് ചെയ്തിട്ടുണ്ട്. 359 രൂപ, അതിൽ 273 നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉള്ളത് കൊച്ചി എളമക്കര അല്ലേ, എളമക്കരയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് ഏതായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. വണ്ടി ഏതായാലും മാറ്റട്ടെ. ഓക്കെ, അപ്പം നമ്മൾ LFC റോഡ് കലൂരിലാട്ടോ. അപ്പം നമുക്ക് വണ്ടിയിലേക്ക് ഒരു ചാർജിങ് അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 200 രൂപയാണ് ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് കലൂർ എളമക്കര റൂട്ടിലാട്ടോ. പിന്നെ ചാർജിങ്ങിൻ്റെ പ്രശ്നമില്ല, അഡാപ്റ്ററായി. അപ്പോൾ നമ്മളെ CNG 2 ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ല. എന്തായാലും ഇവിടുന്ന് ഒന്ന് മാറി നോക്കാം. നമ്മൾ IPL കണ്ടിങ്ങനെ ഇരിക്കുന്നു. എവിടെ? കലൂര് ബെറ്റ്കോം സർവീസിൻ്റെ അടുത്തിട്ടോ, ATMൻ്റെ അടുത്ത്. അപ്പോൾ ഒരു രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചു കേട്ടോ. കലൂർ മെട്രോ സ്റ്റേഷൻ എന്നാണ് അടിച്ചിട്ടുള്ളത്. ജംഗ്ഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ IPL ഇന്നും ചെന്നൈ തോറ്റു കേട്ടോ. വല്ലാത്തൊരു കഥ. എങ്ങനെ ഉണ്ടായിരുന്ന ടീമാണ്, ഇപ്പോൾ എല്ലാ ടീമിനും തോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ടീം അപ്പോൾ എന്തായാലും ട്രിപ്പ് പോയെടുക്കട്ടെ. ഓക്കെ, വച്ചാൽ വരെ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തു, കുടുങ്ങി കേട്ടോ, സീനായി. അത് അവർ GPay ഈ QR-ലാണ് ക്യാഷ് ചെയ്തത്. പക്ഷേ ഇത് കണ്ടോ, ഹാവ് ആൻ ഇഷ്യൂ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യാഷ് ആക്കിയിട്ട് ചെയ്യണം. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പം അങ്ങനെ പെട്ട് നിൽക്കുകയാണ്. 180 രൂപ കയ്യിൽ നിന്ന് പോകണ മട്ടാണ് കേട്ടോ. എന്നിട്ട് ജീസസ് അപ്പുറത്തുണ്ട്, വേളാങ്കണ്ണി മാതാവല്ലേ ഇത്? ആരാ? എന്താണ് ജീസസ്? വാട്ട് ഹാപ്പൻഡ്? ഒന്ന് ശരിയാക്കി തരൂ. ഓംഫ്രിങ്, കം ഓൺ. ജീസസ് അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരൊന്ന് വിളിച്ച് നോക്കട്ടോ. രഞ്ജിത്ത് എന്നാ പേര്. അപ്പോൾ അങ്ങനെ ആ പേയ്മെൻറ്റ് ആകെ കുടുങ്ങിട്ടോ. പേയ്മെൻറ്റ് ഉണ്ടോ അങ്ങനെ നിൽക്കുകയാണ്. ഹാവ് ആൻ ഇഷ്യൂ. അവർ ഗൂഗിൾ പേയിൽ ക്യാഷ് ചെയ്തു, പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് എൻ്റെ ഗൂഗിൾ പേക്ക് ക്യാഷ് അയക്കാൻ പറഞ്ഞു. ഇത് ചിലപ്പോൾ റിട്ടേൺ കയറിയിട്ടുണ്ടാവും. റിട്ടേൺ കയറുകയാണെങ്കിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാളെ നോക്കിയിട്ട് റിട്ടേൺ അങ്ങോട്ട് തന്നെ ക്യാഷ് അയച്ചു കൊടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും ഇടയ്ക്ക്. നോക്കിയും കണ്ടൊക്കെ നിൽക്കുക. അപ്പോൾ എന്നാൽ പോയി നോക്കട്ടെ. ഇപ്പോൾ വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ട്രിപ്പാണ്. വൈറ്റിലെന്നാണ് തോന്നുന്നത്, വൈറ്റില. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, സൈഡാക്കി നിൽക്കുക. അതേ വൈറ്റിലെന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. Head south on service road toward October Road. അപ്പോൾ എന്തായാലും വൈറ്റിലേക്ക് പോയി ട്രിപ്പ് എടുക്കാം. ഇപ്പോൾ ഇത് മൂന്നാമത്തെ ട്രിപ്പാട്ടോ. ടൈം 12:04. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഇപ്പോൾ എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയിന്ന്. ഇനിയിപ്പോൾ അവരുടെ റിട്ടേൺ കയറിയാണ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. എന്തായാലും മൂന്നാമത്തെ ട്രിപ്പ് എടുക്കാൻ പോകാമെന്നൊക്കെ.
കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു. അന്നാന്ന് കേട്ടോ കുട്ടിയുടെ പേര്. നല്ല കുട്ടിയായിരുന്നു. എന്തായാലും ഇവിടുന്ന് മാറി നോക്കാം. നമ്മൾ ട്രെയിന് വരാനുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നമ്മളിവിടെ നിന്നു. അപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ തന്നെയാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത് തോന്നുന്നു. ആ സ്റ്റേഷനിൽ തന്നെയാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത് കേട്ടോ. You have arrived. അപ്പം എന്തായാലും പോയി നോക്കാം. അപ്പോൾ വെച്ചാൽ സമയം 1:27 റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊരു സാറായിരുന്നു കേട്ടോ. കാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. ജോലി പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സാറായിരുന്നു. ഇത് സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ്, കൺസൾട്ടൻസി ഫോർ സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ്, പെർഫോമൻസ് എക്സലൻസ്. M.Tech കഴിഞ്ഞ ആളാണ് കേട്ടോ. ഇന്ത്യ. എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് 203 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 219 രൂപ ടോട്ടൽ കളക്ട് ചെയ്തിട്ട് 203 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാറ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടോ. അപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ആളുകളെ കണ്ടുമുട്ടാൻ പറ്റും ഇങ്ങനത്തെ ഒരു ട്രിപ്പിൽ. എപ്പോഴാണ് നമ്മളെ തലവരെ തെളിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പിന് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ MG റോഡിലാട്ടോ. അപ്പോൾ ഭയങ്കര വിശപ്പ്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒരു കട ഉണ്ട് കേട്ടോ. പച്ചക്കറി കട, പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് കട. ഇത് MG റോഡിലുണ്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് 2 പഴം മേടിക്കട്ടെ. ചെറിയൊരു വിശപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രിപ്പുകളൊന്നും അടിക്കുന്നില്ല. സമയം 1:45. ലോങ് ട്രിപ്പൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ടോട്ടൽ ഈ ആഴ്ച നമ്മൾ 15 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിട്ടോ. 3140. അതായത് തിങ്കൾ ചൊവ്വ. ഇന്ന് ചൊവ്വ 2 ദിവസം 3140 രൂപ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഞാൻ അവിടെ പോയിട്ട് പഴം മേടിച്ച് വരട്ടെ. വിശക്കുന്നുണ്ട്.